സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുമായിട്ടുള്ള വിവാഹം തുടങ്ങി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നാണം കെട്ടതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ ജീവയും ജീവയുടെ കൂട്ടുകാരനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആ രാധികയോടും കുടുംബത്തോടും പ്രതികാരം ചെയ്യണം. എന്നെ, എൻ്റെ അമ്മയും കുടുംബത്തെയും എല്ലാവരുടെയും മുമ്പിൽ അവൾ നാണം കെടുത്തിയില്ലേ, ഇനി ആൾക്കാരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കും. ഒരു കോമാളിയായിട്ടല്ലേ ഈ ജീവയെ കാണുള്ളൂ. അതിനവസരം ഒരുക്കിയ അവളെ ഞാൻ വെറുതെ വിടില്ല. അവൾക്ക് ഒരിക്കലും മറക്കാത്ത രീതിയിൽ തന്നെ ഒരു പണി കൊടുക്കണം. പിന്നീട് കാണിക്കുന്നത് ജീവിയുടെ ഒരു കൂട്ടുകാരൻ ഒരു തിരുമേനിയെ പോലത്തെ ഒരാളുമായിട്ട്, അങ്ങനെ ജീവിയുടെ കൂട്ടുകാരൻ ഒരു തിരുമേനിയുമായിട്ട് ജീവിയുടെ മുമ്പിലേക്ക് എത്തുവാണ്. അങ്ങനെ ആ തിരുമേനി ജീവിയോട് പറയണേ, നമ്മൾ തമ്മിൽ കണ്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അങ്ങേക്ക് എന്തെങ്കിലും പൂജ ചെയ്യാനോ സമയം കുറിക്കാനോ മറ്റോ ഉണ്ടോ? അന്നേരം ജീവ പറയണേ, അതൊക്കെ എനിക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷേ എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത് നാളത്തെ ദൈവപ്രശ്നത്തിൻ്റെ വിധിയെക്കുറിച്ചാണ്. അമ്പലത്തിൽ നടന്ന കാര്യങ്ങൾക്ക് മേൽ ഒരു ദൈവപ്രശ്നം നടക്കുന്നുണ്ട്. ദേവനാരായണൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ദൈവപ്രശ്നത്തിൽ ദേവനും കുടുംബത്തിനും എതിരായിട്ട് എന്തോ ഒരു ചതി നടത്താനാണ് കേട്ടോ ജീവിയുടെ തീരുമാനം. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വരുൺ രാധികയെ ഫോണിൽ വിളിക്കുവാണ്. വരുൺ അങ്ങനെ രാധികയെ കാണാനായിട്ട് രാധികയുടെ വീടിൻ്റെ പിന്നമ്പുറത്ത് വന്ന് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് രാധികയെ ഫോണിൽ വിളിക്കുന്നത്. വരുൺ പറയുക, ഞാൻ തന്നെ കണ്ട് സംസാരിക്കാനായിട്ട് തൻ്റെ വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്, താനൊന്ന് പുറത്തേക്ക് വാ. അന്നേരം രാധിക പതിയെ ഫോണിൽ സംസാരിക്കുക. അയ്യോ, എനിക്ക് വരുണിനോടൊന്നും സംസാരിക്കാനില്ല. എടോ, ഞാനിവിടെ തന്നെ തൊട്ടടുത്തുണ്ട്, ഈ ജനലിൻ്റെ പുറത്ത്, തടഞ്ഞ് ജനൽ തുറക്കും. അങ്ങനെ രാധിക ജനൽ തുറക്കുമ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന വരുണിനെയാണ്. അങ്ങനെ വരുണിനെ കണ്ട് പേടിച്ചുകൊണ്ട് നിൽക്കുവാണ് രാധിക. ഈ സമയം രാധികയുടെ മനസ്സ് തുറക്കാൻ തയ്യാറായി നിൽക്കുവാണ് വരുണും. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്